വൈകാരികമായ അനുഭവങ്ങൾ പലപ്പോഴും ആത്മീക ജീവിതത്തിൽ ഉള്ളൊരു കാര്യമാണ്. വൈകാരികമായ അനുഭവം, അത് കയ്യടിയാകാം, അന്യഭാഷയാകാം, കണ്ണുനീരാകാം, എല്ലാം ആകാം. ഈ വൈകാരികമായത് മാത്രം നോക്കുന്നവനല്ല കർത്താവ്. ഇതിനപ്പുറം ഒന്ന് കർത്താവ് നോക്കൂ. കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് കഴിയാത്ത അവസ്ഥയിൽ അതിന് തടസ്സമായി മറ്റൊരു മനുഷ്യൻ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ പിശാച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എന്തിനൊക്കെ ഉപയോഗിക്കുന്നറിയോ? സംശയിക്കാൻ, കുറ്റം പറയാൻ, ഫോഷ്ക് പറയാൻ, ദൈവഗതമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ, സ്തോത്രം, വഴക്കുണ്ടാക്കാൻ മറ്റൊരു മനുഷ്യൻ നിങ്ങളുടെ അകത്തിങ്ങനെ അവൻ ധ്വനിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കൾ മനസ്സിലാക്കിക്കോ, ഈ മനുഷ്യനാണ് നിന്റെ വീട്ടിൽ വെളിപ്പെടേണ്ട സകല അനുഗ്രഹങ്ങളെയും മൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യനാണ് നിന്റെ തലമുറയിൽ വെളിപ്പെടേണ്ട സകല വിടുതലുകളെയും മൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്താമെങ്കിൽ അപ്പോൾ മുതൽ വിടുതൽ ആരംഭിക്കാൻ തുടങ്ങും. സ്തോത്രം.